Hi, hello, namaskaram. Welcome to Adults Niche. This is Nisha Vijay Kumar here. This is day 2 in Ooty. അപ്പോൾ സെക്കൻഡ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ താഴെ ബ്രേക്ക്ഫാസ്റ്റിന് പോവുകയാണ്. സോ യെസ്, ഇവിടെ പുറത്തുള്ള കാര്യങ്ങളും പുറത്തത്തെ വ്യൂവും ഇവിടെ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്ന വ്യൂവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാൽക്കണിയിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വ്യൂ ഒന്നുമില്ല, ബട്ട് യെസ് ഐ ഷോ യു ഗൈസ്. ഇതാ ലേക്ക് കാണാം അവിടുന്ന്. ഇറ്റ്സ് പ്രിറ്റി മച്ച് ഇറ്റ്. സോ വ്യൂ കാര്യമായിട്ടൊന്നുമില്ല, ബട്ട് ഇറ്റ്സ് എ വെരി നൈസ് ഹോട്ടൽ. പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വി ഗോയിങ് ടു ടൗൺ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. സോ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കോറിഡോറിൽ നിന്ന് നേരെ ടെറസിലേക്കാണ്. ടെറസിൽ ചെറിയ സീറ്റിംഗ് ഏരിയയും ഊഞ്ഞാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവർ. ഇത് അവിടെ കാണുന്ന പോലെ ഇപ്പോൾ 2 ടേബിളും കുറച്ച് ചെറിയ സീറ്റിംഗ് ഒക്കെ ആയിട്ട് ഇൻ കേസ് നിങ്ങൾ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുവരാനും ഇവിടെ ഇരുന്ന് കഴിക്കാനും ഒക്കെ നല്ല രസമായിരിക്കും. മൊത്തത്തിൽ ആംബിയൻസ് അടിപൊളിയാണ്. ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് സനു. നീ ഉറങ്ങി എണീറ്റ് നോക്കുന്നുണ്ടോ? നിങ്ങളാരും കുളിച്ചില്ല? ഞാൻ കുളിച്ചു. നല്ല സുഖമായിരിക്കും. തണുപ്പറിയും. നമ്മളിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് വന്നിട്ടാണ്. യു ക്യാൻ സീ നമ്മൾ ഇത് ആ ഫ്ലോറിലാണ്. വി ആർ ഓൺ 4th ഫ്ലോർ. ഇവിടെ ജ്യൂസ്, കോൺഫ്ലെക്സ്, ബ്രെഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ വി ഹാവ് ഗോട്ട് ആലു പറാട്ട, ദോശ, ഇഡ്ഡലി, സാമ്പാർ. ദോശ ഒക്കെ ലൈവ് കൗണ്ടറാണ് കേട്ടോ. സോ യാ, ഇതിൻ്റെ കോർണറിൽ ദീപ് സെറ്റപ്പ് വാഷ് ഓൾസോ. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ദിവസം കുറച്ച് വേറെ വേറെ മെനുവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ നേരത്തെ പറയാൻ മറന്ന കാര്യം, നമ്മൾ താമസിക്കുന്ന ഈ ഹോട്ടൽ ദർശനാണ്. എവറിതിങ് ഇസ് ഗുഡ് ഹിയർ. റേറ്റ്സും റീസണബിൾ ആണ്. അതേപോലെ റൂംസും ഒക്കെ ക്ലീനുമാണ്. സർവീസസും നല്ലതാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വിൽ ബി കൂനൂർ. കൂനൂർ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നിങ്ങൾ ഗൂഡല്ലൂർ വഴിയാണ് പോകുന്നെങ്കിൽ ഇന്ന് ആ സൈറ്റ് സീൻ പിടിക്കാൻ നിൽക്കരുത്. കാരണം പിന്നെ അപ്പ് ആൻഡ് ഡൗൺ വണ്ടി കൊടുക്കും. നിങ്ങൾ കോയമ്പത്തൂർ വഴിയാണ് പോകുന്നുണ്ടെങ്കിൽ ഇത് പിടിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് ആദ്യം തീരുമാനിക്കുക. ഇവിടുന്ന് പിന്നെ കൂനൂർ പോയിക്കാൻ നല്ല സൈറ്റ് സീനുണ്ട്. 19 കിലോമീറ്റർ കൂനൂർ. അവിടുന്ന് 15 കിലോമീറ്റർ ഇടയിൽ പ്രഗല്ലടിയിലെ ലാംസർ ഓഫ് ഡോൾഫിൻ ഹൗസ്, ഇന്ത്യയിലെ ആദ്യത്തെ പട്ടാള ക്യാമ്പ്, അവരുടെ മ്യൂസിയം, സ്വിസ് പാർക്ക് എന്ന് പറയുന്ന നീലഗിരി മാത്രം വിളയുന്ന പ്രത്യേകതര പഴങ്ങളുടെ ഉത്സവം, മെയ് മാസം നടത്തുന്ന നല്ലൊരു പാർക്ക്. അത് നമ്മൾ പോയ ദിവസം അവിടെ പാർക്കിംഗ് ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളായിരുന്നു കേട്ടോ ഇത്. മൂപ്പര് അവിടുത്തെ മാനേജറും എന്തോ ആണ്. അടിപൊളി ആളാട്ടോ. നമ്മളവിടെ നിന്ന് കുറച്ച് സമയത്തിനുള്ളിൽ ഊട്ടിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
നമ്മളിപ്പോൾ ഇതാ ഉദകമണ്ഡലം സ്റ്റേഷനിലാണ്. ഇവിടുത്തെ ഈ ട്രെയിന് പണ്ടത്തെ ബ്രിട്ടീഷ് കാലത്തുള്ള ഈ ട്രെയിന് സാനു പറഞ്ഞു കൊടുക്കും. ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. ഇനിയിപ്പോൾ ട്രെയിൻ ഉള്ളത് 10 മണി. അതല്ല, ഈ ട്രെയിനിനെന്തോ പ്രത്യേകത ഉണ്ട്. നീ പറഞ്ഞോ. ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഈ ട്രെയിന് ആവി വണ്ടി ആദ്യമല്ല കൽക്കരിയിലോട്ട് വണ്ടിയാണ്. ഓക്കെ. ഇതിവിടെ മാത്രം, ഇവിടെയും വേറെ ഒരു സ്ഥലത്ത് ബ്രിട്ടീഷുകാർ യൂസ് ചെയ്ത വണ്ടിയാണ് ഇതിവിടെ വേറെ ഒരു സ്ഥലത്തും കൂടെ അല്ലല്ലോ. ഇത് ഇവിടെയും ഡാർജിലിംഗിൽ നിലവിൽ ഇന്ത്യയിൽ. ഇത് ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉള്ള ഒരു മ്യൂസിയമാണ് കേട്ടോ. അതിൽ ട്രെയിനിൽ തുടക്കകാലത്തിൽ യൂസ് ചെയ്ത ഐറ്റംസും കാര്യങ്ങളും എക്വിപ്മെൻറ്റ്സും ഒക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന പോലെ ക്യാഷ് ബാഗ്, ലൈറ്റ്സ്, സിഗ്നൽ ലാംപ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ആ പഴയ എഞ്ചിൻ, കൽക്കരി എഞ്ചിനാണ് ഇത്. ഇതവിടെയും ഐ ലവ് ഊട്ടി എന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ച് പോയപ്പോഴത്തേക്കും അത് ഓൾറെഡി എല്ലാവരും കൂടി ഡാമേജ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഊട്ടിയിൽ നിന്ന് കൂനൂർ പോകുന്ന വഴിയിലാണ്. ഇവിടെ വി കൻ സി ടീ പ്ലാന്റേഷൻസും പിന്നെ അവിടെ ഹൗസിങ് ഏരിയാസൊക്കെയാണ്. ഇതിൻ്റെ മേലെ പനിയോ മിസ്റ്റോ ഫോഗ് ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഓഫ് ഇറ്റ് യു കൻ സീ ഓൺ ദ വീഡിയോ, ബട്ട് യാ. നമ്മളെ ശരിക്കും അടുപ്പിച്ചെടുത്തിയത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഈ ഫുഡ് കഴിക്കാനാണ് ഞാൻ ലിങ്ക് അയച്ചല്ലോ ഫുഡിൻ്റെ ഒരു ഹോട്ടലിൻ്റെ. അയ്യോ ആമാ എങ്ക ഇല്ല റോഡിൽ റോഡ് സൈഡിലതാ. ரோட் சைடு பார்க்கிங் அங்கே பார்க் பண்ண பார்க்கிங் அங்கே ரவுண்டு ஃபுல் பார்க்கிங் பார்க்கிங் ஏரியா குன்னூர் நகராட்சி கவர்மெண்ட் சீல் കൊടുക്കും 30 ரூபா. കുന്നൂർ നമ്മളിപ്പോൾ സിംസ് പാർക്കിലാണുള്ളത്. ഇവിടെ കൂനൂറാ. കൂനൂറിൽ സിംസ് പാർക്ക്. ഇവിടെ റോസ് ഗാർഡൻ, ബോട്ടിങ്, പിന്നെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു. എൻട്രി ടിക്കറ്റ് 40 rupees per person. അതിലും വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം പാർക്കിങ്
street parking, they've charged us 30 rupees, 30 rupees. saying that Kunur municipality in the regulations are not. I'll show you where we parked our car, and they've charged us 30 rupees for that. അവർ കാണിച്ചു തന്നത് ഒന്നുമല്ല. We randomly went and parked our car there, and they said ഈ സ്ട്രീറ്റ് സൈഡിൽ എവിടെ പാർക്ക് ചെയ്താലും you have to pay them. So yeah. ഇതവിടെ കിഡ്സ് പ്ലേ ഏരിയയിൽ ഉണ്ടായ ഒരു സൈക്കിളാണ്. അപ്പോൾ സനു ഇതാ വന്ദനത്തിൻ്റെ സൈക്കിളാന്ന് പറഞ്ഞ് അതിൻ്റെ മേലെ ഇരുന്ന ഒരു ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ പാർക്കിൽ എന്തിനാണ് പോയതെന്നൊന്നും അറിയില്ല, പക്ഷെ സനു ഷിജിനു എന്തായാലും അത് മുതലാക്കിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ. സനു, your review about Sims Park. പാർക്ക് പൈസ കൊടുത്തതിനപ്പം ഒന്നുമില്ല, ഒന്നുമില്ല ഇവിടെ. പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ചിൽഡ്രൻസിന് കുറച്ച് കളിക്കാനുള്ള കുറച്ച് ഗെയിമുണ്ട് അല്ലേ? അതും ബേസിക് ബേസിക് സാധനങ്ങൾ. സോ ഗാർഡൻ അതന്നെ വേറെ സിംസ് പാർക്ക് വരുമ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കൂടി കുറച്ചുകൂടി ഒരു നമ്മളെ പൈസയ്ക്ക് വേർത്തായിട്ടുള്ള സംഭവങ്ങൾ ഉദ്ദേശിച്ചു. ബോട്ടിങ്ങിന്റെ സാധനം കുറേ കുളം പോലത്തെ പ്രത്യേകിച്ച് നമ്മൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അല്ലേ ഒരു ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വാക്ക്. ഇതവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ഈ പാർക്കിങ്ങിനാണ് ഇവർ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് പൈസ ചാർജ് ചെയ്തത്. കണ്ടോ, റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങി. വീഡിയോ എടുക്കാൻ മറന്നു പോയതാ. ഇവിടുന്ന് ബഗീച്ച റെസ്റ്റോറൻറ്റ്, സിംസ് പാർക്കിൻ്റെ താഴോട്ടേക്കുള്ള റോഡിൽ നേരെ വന്നാൽ അവിടെയാണ്. ദ ഫുഡ് വാസ് ക്വൈറ്റ് ഗുഡ്. ഇത് നമ്മൾ സിംസ് പാർക്കിൻ്റെ ആ ഏരിയയിൽ നിന്ന് ഡോൾഫിൻ നോസും അങ്ങനത്തെ വ്യൂ പോയിൻറ്റ്സ് ഉള്ള റൂട്ടിലാണിത്. എനിക്ക് ആ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എന്തെങ്കിലും കാണാനുണ്ടാവുമെന്ന് അറിയില്ല. ബട്ട് ദ ഡ്രൈവ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. അതേപോലെ കുറേ സ്ഥലത്ത് നിർത്തി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഡോൾഫിൻ നോസിലേക്ക് വന്നിട്ടല്ല. എൻട്രി ടിക്കറ്റ് 20 റുപ്പീസും പാർക്കിംഗ് ടിക്കറ്റ് 50 റുപ്പീസാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് വാട്ട് യു സീ. മഞ്ഞ് കൊണ്ടൊന്നും കാണില്ല. ഈ ഡോൾഫിൻ നോസ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് മാത്രം കിട്ടും. താഴേക്കും ഒന്നും കാണൂല, ഒന്നും. ഇതിന് വി ഹാവ് ടു ട്രാവൽ ലോട്ടല്ല. എത്ര മണിക്കൂറാണ് നമ്മൾ ഡ്രൈവ് ചെയ്തത് സാനു? 1.5 hours ഡ്രൈവ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇതാണ് മറ്റേ ഡോൾഫിൻ നോസിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് കാണുന്നത്. നമ്മളിപ്പോൾ ഡോൾഫിൻ നോസിൽ നിന്ന് ഇറങ്ങി 2.5 കിലോമീറ്റേഴ്സിലാണ് ലാംസ് റോക്ക് വ്യൂ പോയിന്റ് ഉള്ളത്. പക്ഷെ അതും ഇതുപോലെ തന്നെ മേലെ നിന്നുള്ള ഒരു വ്യൂ ആയതുകൊണ്ട് it will be the same. ഇതുപോലെ തന്നെ മിസ്റ്റും ഇതെല്ലാം മൂടിയിട്ടായിരിക്കും. സോ വി തോട്ട് വിൽ നോട്ട് ഡു ദാറ്റ് ആൻഡ് വി ആർ ഗോയിങ് ബാക്ക് ടു ഊട്ടി ഫോർ ഷോപ്പിംഗ്. ഞങ്ങൾ ഊട്ടി എത്തുമ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഷോപ്പിംഗ് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മളിവിടെ ഊട്ടി തന്നെ ബഡീസ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേയിൽ കയറിയിട്ടാണ്. ഇത് ചോട്ടുവിൻ്റെ ഫ്രണ്ട് അനു പറഞ്ഞതൊരു സജഷനാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ കഫേയിൽ വരുന്നത്. ബട്ട് the ambience is really nice.
ഇവിടെ ടീ കോഫി വെറൈറ്റീസ് മാത്രമല്ലാണ്ട് ദേ ഹാവ് സ്നാക്സ് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ കേക്ക്സ് ഉണ്ട്. പിന്നെ അതേപോലെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്. ഓബിയസ്ലി ഊട്ടിയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഈ കഫേയിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇതാ ബഡീസ് കഫേയിൽ നിന്ന് ചായ കുടിച്ച് ഇറങ്ങുകയാണ്. ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. ദ ഫുഡ് ഇസ് ഓൾസോ ഗുഡ്. ഊണോ കാർഡ്സ് അങ്ങനത്തെ ഗെയിംസും നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. ഇവിടെ കോഫി and they have these varieties of tea. Yeah, I would give them a 5 on 5. നല്ലൊരു കഫേയാണ്. If you ever come to Ooty, I think you should visit this cafe and it's good to spend time too. By the way, Anu, you might watch this vlog and thanks for this suggestion. It was worth it. നമ്മൾ ചാർജർ അപ്പുറത്തെ റൂമിലുണ്ടാവും. നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഷോപ്പിംഗ് പോയിട്ടില്ല ബിക്കോസ് വി വർ ലേറ്റ്. നമ്മൾ കണ്ട പോലെ പോയിട്ട് ബഡീസ് കഫേ സ്പെൻഡ് സം ടൈം ദെയർ. വി വെന്റ് ടു മെഡ്രാസ് റസോയി. സെയിം അനു സജഷൻ ആയിരുന്നു. ആൻഡ് വി ബോട്ട് ഷവർമ ഫോർ ഡിന്നർ. ആൻഡ് ഇവിടെ റൂം സർവീസിൽ വി ഓർഡർ നൈറ്റ് ടീ. അതിന് വെയിറ്റ് ചെയ്യാം. വിൽ ബി ഹാവിംഗ് ഡിന്നർ. ഞങ്ങൾ അതേപോലെ ഊണോ കാജ് വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട്. Yeah, that's it for today. We'll be having dinner and yes, going to sleep. And Nala will be returning back to Calicut. So yes, I think I'll keep you guys posted about that too. So yeah, so I think we'll meet for another video. Keep watching Ada's.